രാക്ഷസ വീടിൻ്റെ രഹസ്യം കണ്ടെത്താൻ ആ സംഘം പുറപ്പെട്ടു. വടി കിട്ടാത്ത മായാവി, ശക്തി കിട്ടാത്ത ഡിഷ്കു, തല മാത്രമുള്ള വേറിട്ട പോത്ത്. പറയൂ മായാവി, നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നു? എനിക്ക് ഇപ്പോഴും അറിയില്ല. അതിരിക്കട്ടെ, വേറിട്ട പോത്തിൻ്റെ തല മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു? ക്രോം എന്ന കരച്ചിൽ കേട്ട് വന്നതാ. വീടിൻ്റെ പിന്നിലൂടെയാ വന്നത്. ഇടയ്ക്ക് എന്തോ ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അതായത് എൻ്റെ തല തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും വയറും കൈകളും കാലുകളും വാലും വീടിൻ്റെ മുൻവശത്തെത്തിയിരുന്നു. വലിയൊരു കാറ്റിൽപ്പെട്ട് അതെല്ലാം വീട്ടിലേക്ക് കയറിപ്പോയി. പേടിച്ചു പോയ ഞാൻ മുന്നിലേക്ക് ചെല്ലുമ്പോഴേക്കും വീട് ഒറ്റച്ചാട്ടത്തിന് ദൂരെ എത്തി. ഇനിയുള്ള കാലം ഞാൻ തല മാത്രമായി ജീവിക്കേണ്ടി വന്നാൽ... മായാവി എന്താണ് ആലോചിക്കുന്നത്? മുന്നിലൂടെ ചെന്നാലേ രാക്ഷസ വീട് ആക്രമിക്കുമെന്ന് മനസ്സിലായി. ഹഹാ, വീട് പറക്കുന്നേ, അയ്യടാ. വീട് പറക്കുന്നതിൽ സന്തോഷമോ? ആരെടാ ഇവൻ? ഹഹാ, വീട് പറന്നു, ദേ പറന്നു. നിങ്ങൾ എന്തിനാ പറക്കുന്നത്? താഴെ ഇറങ്ങടോ, ഇറങ്ങാൻ. ഞങ്ങൾ പറക്കുന്നില്ല. എനിക്കെന്താ കണ്ണ് കണ്ടൂടെ? ഇറങ്ങാനാ പറഞ്ഞത്. എന്താ പ്രശ്നം? എനിക്ക് മൃഗഭാഷ മനസ്സിലാവില്ല. പക്ഷേ ഞാൻ മൃഗമാണല്ലോ, ചോദിച്ചിട്ട് വരാം. ഹഹാ, സൂത്രൻ എന്ന കുറുക്കന. സിംഹത്തെ പറ്റിക്കാൻ മരുന്നുപഴം കൊടുത്തു, വീട് പറക്കുന്നത് പോലെ തോന്നിക്കാൻ. പക്ഷേ എല്ലാവരും പറക്കുന്നു എന്നാ സിംഹത്തിന് തോന്നിയത്. ഒപ്പം പറക്കരുതെന്ന് പറഞ്ഞ സിംഹം ഇടിയോടിടി. ഹഹാ. ഡിഷ്കു ഒപ്പം ചിരിച്ചു. നമ്മുടെ ജോലി എളുപ്പമായി. സൂക്ഷിക്കൂ, ഒളിക്കൂ, അതാ രാക്ഷസ വീട്. ഡിഷ്കു അപ്പൂപ്പൻ തയ്യാറായി. അവനെ ഞാൻ ഇടിച്ചു തകർക്കാം. അവൻ വീണാൽ നമുക്ക് അകത്ത് കടക്കാം. അപ്പൂപ്പ, പിന്നിലൂടെ ചെല്ലാവൂ. ഞാൻ ഏറ്റുമായാവി. ഇതാ നിന്റെ അവസാനം. ഇടിയേറ്റ രാക്ഷസ വീട് ചിതർത്തെറിച്ചു. നമ്മൾ ജയിച്ചു. അപ്പൂപ്പൻ രാക്ഷസനെ തകർത്തു. എന്നാൽ ചിതറിയ കല്ലുകൾ കൂടിച്ചേരുന്നു. അവൻ ചത്തില്ല. കാതടപ്പിക്കുന്ന അലർച്ച മുഴങ്ങി. അപ്പൂപ്പ, അവൻ തിരിയുന്നു, ഓടി മാറൂ. രാക്ഷസ വീട് ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ചു. എന്നാൽ അതിശക്തനായ ഡിഷ്കു അപ്പൂപ്പനെ വലിച്ചെടുക്കാൻ ആ കൊടുങ്കാറ്റിന് കഴിഞ്ഞില്ല. അത്ഭുതം, അത്ഭുതം തന്നെ ഈ ശക്തി. പെട്ടെന്ന്, അയ്യോ, ഓടിക്കോ. അത് ശേരുവല്ലേ, സൂത്രന്റെ കൂട്ടുകാരൻ. സൂത്ര, ഓടിക്കോ, കരുനാക്കം വരുന്നേ. ശേരു, നിൽക്ക്. സൂത്ര, താനും രക്ഷപ്പെട്ടോ, ആ ദ്രോഹി കാണണ്ട. കരുനാക്കനെ എവിടെയോ കണ്ടു പേടിച്ച ഷേരു ഓടിക്കേറിയത് രാക്ഷസ വീടിന് മുന്നിലേക്ക്. എടോ, തന്നോട് നിൽക്കാനാ പറഞ്ഞത്. ഡിഷ്കു അപ്പൂപ്പ, ആ കടുവയെ പിടിക്കണേ. എന്നാൽ ഡിഷ്കു അപ്പൂപ്പനെ പിടിക്കാൻ പറ്റുന്നതിന് മുമ്പ്, അയ്യോ കൊടുങ്കാറ്റ്, സൂത്രാ, സൂത്രാ, ഷേരു. ഹോ, ഷേരുവിനെയോ അവൻ. അക്കു, ഈ പ്രശ്നം നമുക്കിനി പരിഹരിക്കാമെന്ന് തോന്നുന്നു. അതേ ഇക്കു, എല്ലാം ചുരുളഴിയുന്ന മട്ടുണ്ട്. ഷേരുവിനെ വിഴുങ്ങിയ രാക്ഷസ വീട് ഒന്ന് അലറി. ദിക്കുകൾ കുലുങ്ങി. ഹോ, അത് തൽക്കാലം പോയി. പക്ഷേ അവൻ തിരിച്ചു വരും. അപ്പോൾ അക്കു ഇക്കുവും വേറിട്ട പോത്തിൻ്റെ അടുത്തെത്തി. വേറിട്ട ചേട്ടാ, ഇതിലെല്ലാം കാരണം ആരാണെന്ന് മനസ്സിലായി. ആരാണ്? പറയാം. പക്ഷേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചേട്ടൻ മായാവിയോട് പറയണം. അക്കുവും ഇക്കുവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം സത്യമാണോ? അത്ഭുതം. ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഉറപ്പുവരുത്താൻ മായാവി സഹായിക്കണം. ഞാനിതെല്ലാവരോടും പറയാം. എല്ലാവരും വരൂ, പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുട്ടിക്കുറുക്കന്മാർ പറഞ്ഞു. ഈ പ്രശ്നം തീർക്കാൻ ഇവർക്ക് മായാവിയുടെ സഹായം വേണം. പക്ഷേ ഞാൻ ഡാക്കിനിയുടെ അടിമയാണ്. എൻ്റെ വടി ഞാൻ തരില്ല. അമ്മൂമ്മേ, ആ വടി കൊടുക്കൂ ഇപ്പോഴെങ്കിലും. പറ്റില്ല. പെട്ടെന്ന്. അയ്യോ, ഇതെന്താ? ഹഹാ, വടി കിട്ടി. ഈ മൊട്ട തല എവിടുന്ന് വന്നു? പറക്കുന്ന വീട്ടീന്നാ. ആ പറക്കും വീട് അവരാരും കണ്ടില്ല. ആ മണ്ടൻ പറക്കുന്ന വീട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങി. വേറിട്ട ചേട്ടനും വരൂ, മൃഗഭാഷ പറഞ്ഞു തരണ്ടേ. അക്കു, ആദ്യം നമുക്ക് വേഷം മാറ്റണം. അല്പം കഴിഞ്ഞ്, ശരിക്കും വവ്വാലായി. ഹഹ, തയ്യാർ. അല്പം കൂടി കഴിഞ്ഞ്, കരുനാക്കൻ ചേട്ടാ. നിങ്ങളാരാ? ചേട്ടനെ പരിചയപ്പെടാൻ വന്നതാ. ഒരു വീട് മൊത്തം പറത്തിയ ആളല്ലേ?
അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? ചേട്ടാ, ഞങ്ങൾക്ക് ആ വീരകഥ വിശദമായി കേൾക്കണം. ആ വീടിൻ്റെ രൂപം കണ്ടപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞുപോയി. ഹോ, കണ്ടാൽ ആളെ വിഴുങ്ങുന്ന രാക്ഷസനാണെന്ന് തോന്നും. പറ്റിപ്പോയതാ. ഹിഹി. അതോടെ വീട് ആളെ വിഴുങ്ങുന്ന രാക്ഷസനായി. ചില സീസണിൽ അങ്ങനെയാ. ഈ കരുനാക്കിൻ്റെ ശക്തി അങ്ങ് വല്ലാതെയാവും. അത് കഴിഞ്ഞ് അതേ വീട് തവളയെപ്പോലെ കരയുന്നു. അന്നേരവും ഞാൻ പറഞ്ഞുപോയി, ബെസ്റ്റ്. ഇനി ഇവൻ തവളയെപ്പോലെ ചാടാനും കൂടി തുടങ്ങിയാൽ തീർന്നു. എടാ ഭയങ്കര. മനസ്സിലായി, എല്ലാം മനസ്സിലായി. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. അപ്പോൾ കരിനാക്കനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. ഇനി ഈ പ്രശ്നം എങ്ങനെ തീർക്കും? വഴിയുണ്ട്. അതിന് ഈ വേഷം തന്നെ മതി. മായാവിയും അക്കുവും ഇക്കുവും കൂടി തയ്യാറാക്കിയ പദ്ധതി വേറിട്ട പോത്ത് വിശദീകരിച്ചു. കരിനാക്കനെ അവൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഒരിക്കൽ കൂടി. അതുവരെ രാക്ഷസ വീട് ചാടിപ്പോകാതെ ഞാൻ നോക്കാം. ഞാൻ രാക്ഷസ വീടിനടുത്ത് കാണും. ശരി, സൂക്ഷിക്കണേ അപ്പൂപ്പ. വൈകാതെ. ഭാഗ്യം, കരിനാക്കൻ നല്ല ഉറക്കമാണ്. ഓം ഹ്രീം പാറ പാറ. മായാവി മന്ത്രം ചൊല്ലിയതോടെ കരിനാക്കനെ ഉണർത്താതെ എത്തിക്കാൻ ഇതേ വഴിയുള്ളൂ. അല്പം കഴിഞ്ഞ്, ചേട്ടാ ചേട്ടാ, അതാ രാക്ഷസ വീട്. അയ്യോ, ഇത് പിന്നെയും വന്നോ? പേടിക്കണ്ട, ചേട്ടനല്ലേ ഇവനെ രാക്ഷസനാക്കിയത്. അതുകൊണ്ട് ചേട്ടനെ വിഴുങ്ങില്ല. ഹാവൂ, ആശ്വാസമായി. പക്ഷേ ഇവൻ്റെ ഒരു തീറ്റ എത്ര പേരെ അകത്താക്കിയത്. ഞങ്ങൾക്കൊരു അമ്മാവനുണ്ടായിരുന്നു, ഇതുപോലൊരു തീറ്റപ്രാന്തനാ. ഒരു ദിവസം 12 ചക്ക ഒരുമിച്ച് തട്ടി. ഹഹാ, എന്നിട്ട് എന്തു പറ്റി? എന്തു പറ്റാൻ? ഛർദ്ദിച്ചപ്പോൾ 12 ചക്കയും പുറത്തു വന്നു. അമ്മാവൻ ചത്തുപോയി. ഹഹാ, തീറ്റ കൂടിയാൽ അങ്ങനെയാ. തിന്ന് തിന്ന് ഈ രാക്ഷസ വീടിനും അങ്ങനെ പറ്റുമോ ആവോ. സൂത്രം ഫലിച്ചു. കരിനാക്കൻ നാക്ക് വിളച്ചു. അതോടെ രാക്ഷസ വീട് ആകെ ഒന്ന് കുലുങ്ങി. അസ്വസ്ഥതയോടെ ചാടാൻ നോക്കി. എന്നാൽ ഡിഷ്കു അപ്പൂപ്പൻ്റെ കരുത്തുറ്റ കൈകൾ അവനെ അനങ്ങാൻ പറ്റാതെ പിടിച്ചിരുന്നു. അടുത്ത നിമിഷം, അപ്പൂപ്പാ, നമ്മൾ രക്ഷപ്പെട്ടു. മോനെ, തുഗ്ല മഹാരാജാവ് വിജയിക്കട്ടെ. അയ്യോ കരടി, സൂത്രാ. ഹോ, ക്ലാസ് കട്ട് ചെയ്ത് കാട്ടിൽ കറങ്ങിയതിന് എനിക്ക് കണക്കിന് കിട്ടി. കരിനാക്കൻ്റെ വാക്ക് ഫലിച്ചു. രാക്ഷസ വീടിൻ്റെ അവസാനമായി. ഒടിഞ്ഞുപോയ രാക്ഷസ വീട് പിന്നെ ഒരിക്കലും കൂടിച്ചേർന്നില്ല, പറന്നതുമില്ല. ലുട്ടാപ്പിയുടെ കുന്തവും തൽക്കാലത്തേക്ക് പറക്കൽ നിർത്തി. നടക്കണം, കുന്തം കേടാ. കഥകളറിഞ്ഞ തുഗ്ലൻ ഉത്തരവിട്ടു. ആരവിടെ? ഇനി ഏതെങ്കിലും വീട് പറന്നാൽ ഛർദ്ദിക്കാൻ മരുന്ന് കൊടുക്കൂ. മിസ്റ്റർ ബോറിൻ്റെ പുതിയ കണ്ടുപിടുത്തം. ഏതെങ്കിലും വീട് പറന്നാൽ വലിച്ചെടുപ്പിക്കുന്ന കാന്തമാ. അനുവാദമില്ലാതെ വീട് പറത്തിയതിന് ദാമുവിനെ പോലീസ് വിരട്ടി. സോറി, ഇനി പറത്തില്ല. അങ്ങനെ ആ വീടും പറക്കാതെയായി. എന്നാൽ ഒരു വീട് മാത്രം അപ്പോഴും പറന്നുകൊണ്ടിരുന്നു. ആഹാ, പറക്കം വീട് തകർപ്പൻ. ഹി ഹി, മണ്ടൻ.